പ്രിയപ്പെട്ടവരെ, ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കറിനെ കാണാൻ പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ ചേംബറിലിരുന്ന് ഞങ്ങൾ കുറേ നേരം ഒരുപാട് വിശേഷങ്ങളൊക്കെ സംസാരിച്ചു. അങ്ങനെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ നമ്മുടെ പുതിയ സർക്കാരിനെ കുറിച്ച്, മുഖ്യമന്ത്രിയെക്കുറിച്ച്, ഇന്ന് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തെക്കുറിച്ചൊക്കെ ചർച്ചയിൽ വന്നു. വളരെ പെട്ടെന്ന് എന്നോട് ജയശങ്കർ വക്കീൽ പറഞ്ഞ ഒരു പ്രയോഗം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അദ്ദേഹം പറയുകയാണ്, സതീശൻ പതുക്കെ ബി എസിനെ പോലെ ആയി വരികയാണ്. ബി എസിൻ്റെ കാര്യം അറിയാമല്ലോ. ബി എസ് പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയനായിട്ട് മാറി. അതിനുശേഷം മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അതിലേറെ ജനകീയനായി. മൂന്നാറിലെ ഓപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞപ്പോൾ വി എസിൻ്റെ ഗ്രാഫ് അതിവേഗത്തിൽ ഉയർന്നു. വി എസിൻ്റെ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി പിണറായി വിജയൻ നടത്തിയ ശ്രമങ്ങൾ, കുൽസിത ശ്രമങ്ങളാകെ പിണറായി വിജയനെ കേരളം ഏറ്റവും വെറുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാക്കി മാറ്റുന്നതിൻ്റെ തുടക്കവുമായി. ഇന്ന് കേരളം ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു വ്യക്തിയുടെ പേര് ചോദിച്ചാൽ അത് ഒരാളെ ഉള്ളെന്ന് പറയും. ആ പേര് പിണറായി വിജയൻ എന്നുമായിരിക്കും. അപ്പോൾ നോക്കൂ, ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഈ വി എസ് പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് നാട്ടിൽ എന്ത് കാര്യമുണ്ടെങ്കിലും വി എസിനോട് പറഞ്ഞാൽ മതി എന്നാണ് പൊതുവിൽ സംസാരം. ഒരു എൽ പി സ്കൂളിലെ അധ്യാപികയാണ് എൻ്റെ സുഹൃത്ത്. അവരുടെ അടുത്ത് രണ്ട് കുട്ടികൾ വന്നിട്ട് ചോദിച്ചു, ടീച്ചർ ഈ അച്ചുമാമയുടെ നമ്പർ കിട്ടുമോ? അപ്പോൾ ടീച്ചർ ചോദിച്ചു, എന്താ അച്ചുമാമയുടെ നമ്പർ? അച്ചുമാമ എന്ന് പറഞ്ഞാൽ അന്ന് ആ സമയത്ത് എല്ലാവർക്കും അറിയാം, വി എസ് അച്യുതാനന്ദനെ അങ്ങനെയാണ് ആളുകൾ വിളിച്ചുകൊണ്ടിരുന്നത്. അല്ല, നമ്മുടെ ബാത്റൂമൊക്കെ പൊട്ടിക്കിടക്കുകയാണല്ലോ, അച്ചുമാമയെ വിളിച്ച് പറഞ്ഞാൽ അച്ചുമാമ ഇത് കാണാൻ വരും, അപ്പം പിന്നെ നമുക്ക് നല്ല ബാത്റൂം ഉണ്ടാകും. കുറേ വർഷങ്ങൾക്ക് മുമ്പത്തെ കഥയാണ്. വി എസ് പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ഇങ്ങനെ കുട്ടികൾ പറഞ്ഞു എന്ന് എൻ്റെ സുഹൃത്തായ ടീച്ചർ എന്നോട് പറഞ്ഞതാണ്. ഏതാണ്ട് അതേ തരത്തിലേക്ക് വി ഡി സതീശൻ മാറുന്നു എന്നാണ് ജയശങ്കർ വക്കീലിൻ്റെ നിരീക്ഷണം. അപ്പോൾ എനിക്ക് തോന്നിയത് ശരിയാണ്. കാരണം വി ഡി സതീശൻ ഒരു വല്ലാത്തൊരു നെഗറ്റീവ് ക്യാരക്ടറായിരുന്നു. കാരണം കേരളത്തിൽ മുസ്ലിം അപ്രമാദിത്വം, മുസ്ലിം അപ്പീസ്മെൻറ്റ് നടത്തുന്ന കാര്യത്തിൽ സതീശൻ നടത്തിയതായി എന്ന് പറയപ്പെടുന്ന ചില പ്രസ്താവനകൾ വല്ലാത്ത തോതിൽ ഹിന്ദു കമ്മ്യൂണിറ്റികളിൽ, ഹിന്ദു സംഘടനകളിൽ എതിർപ്പുണ്ടാക്കി. ജമാഅത്തെ ഇസ്ലാമി അവരുടെ സ്വഭാവം മാറ്റി, മുസ്ലിം രാജ്യമായി മാറിയാൽ എന്താണ് കുഴപ്പം എന്നൊക്കെ സതീശൻ ചോദിച്ചു എന്നുള്ള ചോദ്യങ്ങളാണ് ഈ വലിയ നെഗറ്റീവ് ചർച്ചകൾക്ക് കാരണമായത്. സതീശൻ അതൊന്നും തിരുത്താനും പോയില്ല, താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുമില്ല. ഏതായാലും അതിനുശേഷം വന്ന തെരഞ്ഞെടുപ്പിൽ 102 സീറ്റുകൾ യു ഡി എഫിന് കിട്ടി. അതിൽ കേരള ജനത വളരെ ബുദ്ധിപൂർവ്വം ഒരു കാര്യം ചെയ്തു. 22 സീറ്റുള്ള മുസ്ലിം ലീഗ് പോയാലും സതീശന് അല്ലെങ്കിൽ യു ഡി എഫിന് കേരളം ഭരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള മെജോറിറ്റി കൊടുത്തിട്ടാണ് ഈ സർക്കാർ വന്നിരിക്കുന്നത്. അതുകൊണ്ട് സതീശന് ലീഗ് ഒരു പ്രശ്നമേ അല്ല എന്ന് സതീശന് ബോധ്യം ഉണ്ടായിട്ടുമുണ്ട്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു തമാശയല്ല, വസ്തുതയാണ്, കൗതുകകരമായ കാര്യമാണ്. ലീഗിനെ സംബന്ധിച്ച് പണ്ടണ്ടായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കാൻ പോകുന്നില്ല. എന്തായാലും കുറെ കഴിയുമ്പോൾ യു ഡി എഫ് മന്ത്രിസഭയല്ലേ, കുറച്ച് കഴിയുമ്പോൾ ചില ഇഷ്യൂസൊക്കെ ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ സതീശന്റെ ഗ്രാഫ് വല്ലാതെ ഉയരുകയും സതീശനെ വീഴ്ത്താൻ പിണറായി വിജയൻ നടത്തിയ ചില നീക്കങ്ങളുണ്ടല്ലോ വി എസ് അച്യുതാനന്ദനെതിരെ, അതുപോലെയുള്ള ചില നീക്കങ്ങൾ ആരംഭിച്ചതിൻ്റെ മുളയിലെ സതീശൻ നുള്ളുന്ന മനോഹരമായ ഒരു കാഴ്ച നമ്മൾ കണ്ടു. അത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് ശേഷാദ്രിനാഥിൻ്റെ നിയമനമാണ്. അപ്പം നിങ്ങൾ കരുതുന്ന പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന രണ്ടെണ്ണം ഉണ്ട് കേരളത്തിൽ. ഒന്ന്, ലോക്കൽ ബോഡി ഇലക്ഷൻസ് നടത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടത്തുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും നടത്തുന്നത്. ഇതിന് രണ്ടിനും രണ്ട് വോട്ടർ പട്ടികയാണ്. അതായത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്ന വോട്ടർ പട്ടികയല്ല ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഞ്ചായത്തിലെ ലിസ്റ്റിൽ വോട്ടുണ്ട് എന്നതുകൊണ്ട് നിയമസഭാ വോട്ടർ പട്ടികയിൽ ഉണ്ടാവണമെന്നില്ല. പലർക്കും അങ്ങനെ എനിക്കുണ്ടല്ലോ എന്ന് കരുതി മറ്റതിലും കാണും എന്ന് കരുതി ഇരുന്ന് കുറേ പേർക്ക് വോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് SIRൻ്റെ കാലമാണ്. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണം എന്ന് ഒരിക്കൽ കൂടി ഞാൻ ഇതിനിടയ്ക്ക് ഓർമ്മിപ്പിക്കണം. ഇപ്പോൾ ശേഷാദ്രിനാഥൻ ആരാണ്? അദ്ദേഹം നേരത്തെ പ്രിൻസിപ്പൽ ആൻഡ് സെഷൻസ് ജഡ്ജിയായിരുന്നു കവരത്തിയിൽ, ലക്ഷദ്വീപിൽ. പിന്നീട് CBI കോടതിയിൽ എറണാകുളത്ത് ജഡ്ജിയായിരുന്നു. അതിനുശേഷം ഇരിങ്ങാലക്കുട ഫാമിലി കോടതിയിലെ ജഡ്ജിയായിരുന്നു. അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ട് സതീശൻ സർക്കാർ നിയമിച്ചു. ഇപ്പോൾ ശേഷാദ്രിനാഥൻ എന്നുള്ള പേര്, അദ്ദേഹത്തിന് സംഘപരിവാർ ബന്ധമുണ്ട്, സംഘപരിവാറിനോട് അനുകൂലമായ രാഷ്ട്രീയമുള്ള ആളാണ് എന്നൊരു വാദം ചില ആളുകൾ
ഉന്നയിച്ചു. നെറ്റിയിലൊരു കുറിയും ശേഷാദ്രിനാഥൻ എന്നുള്ള പേരും ഒക്കെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായും ചില ആളുകൾക്ക് കുരു പൊട്ടുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഇനി അതല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലെയുള്ള ഒരു പദവിയിൽ RSSനോട് അനുഭാവമുള്ള ഒരാളിരുന്നാൽ എന്താ കുഴപ്പം? ഇന്ത്യയുടെ രാഷ്ട്രപതി, അതായത് മറ്റൊരു രാജ്യത്തോട് യുദ്ധം പ്രഖ്യാപിക്കാൻ അധികാരമുള്ള രാഷ്ട്രപതി RSS നോമിനിയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി RSSകാരനാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ RSSകാരോ RSSന്റെ നോമിനിയോ ആണ്. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം മുഖ്യമന്ത്രിമാർ RSSകാരോ RSSന്റെ നോമിനിയോ ആണ്. അപ്പോൾ അതിലൊന്നും ഇല്ലാത്ത കുഴപ്പമാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ട് ഒരു RSSകാരൻ വന്ന, തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ട് ഒരു RSSകാരനോ RSS അനുഭാവിയോ വന്നാൽ ഈ നിയമങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ പറ്റുമോ? പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നരേന്ദ്രമോദി വന്നാൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മുഴുവൻ കൊന്നു തിന്നും എന്ന് പറഞ്ഞു നടന്ന ആളുകളുണ്ട്. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് എന്താ പറ്റിയത്? മുസ്ലിങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെല്ലാം പണ്ടത്തേലും ശക്തമായി കാര്യക്ഷമമായി ഇപ്പോഴും കിട്ടുന്നുണ്ട് അല്ലേ? എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. ഇതൊക്കെ നാരേറ്റീവ്സ് ആണ്. അപ്പോൾ ശേഷാദ്രിനാഥൻ ആകാൻ പാടില്ല എന്ന ആവശ്യം ഉന്നയിച്ചത് വേറെ ആരുമല്ല, KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് ആണ്. നിയാസ് പറഞ്ഞു എന്നതുകൊണ്ട് അതിന് വിലയില്ലാതാവുന്നില്ല. കാരണം നിയാസ് എന്ന് പറയുന്ന ആൾ സാക്ഷാൽ KC വേണുഗോപാലിന്റെ നോമിനിയാണ്. നിയാസിലൂടെ സംസാരിക്കുന്നത് KC വേണുഗോപാലാണ്. ഇതാണ് പൊളിറ്റിക്സ്. BS അച്യുതാനന്ദന് എങ്ങനെ പിണറായി വിജയൻ പാരയായോ അതുപോലെ സതീശൻ സർക്കാർ എടുക്കുന്ന കാര്യങ്ങളെ അട്ടിമറിക്കാൻ KC വേണുഗോപാൽ തൻ്റെ മൈക്കുകളെ ഉപയോഗിക്കുന്നു എന്ന കാര്യത്തിന് ആദ്യത്തെ തെളിവ് കിട്ടിയിരിക്കുക. നമ്മൾ ആലോചിച്ചു കാണാം, KC വേണുഗോപാലിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പാർലമെന്ററി പാർട്ടിയിലെ മഹാഭൂരിപക്ഷം MLAമാരും KC വേണുഗോപാലിന്റെ പേരാണ് പറഞ്ഞത്. ഹൈക്കമാൻഡിന് KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആവുന്നതിലായിരുന്നു താല്പര്യം. എങ്ങനെയാണ് അട്ടിമറിക്കപ്പെട്ടത്? ലീഗിന്റെ സമ്മർദ്ദം. വയനാട് സീറ്റ് ഓർക്കുന്നില്ലേ? അവസാനം KC വേണുഗോപാൽ തന്നെ എന്ന് ഉറപ്പിക്കുന്ന ഘട്ടത്തിൽ വയനാട്ടിൽ ഇംഗ്ലീഷിൽ എഴുതിയ പോസ്റ്റർ വന്നു, പ്രിയങ്കയും രാഹുലും ഇനി വയനാട്ടിലേക്ക് വരണ്ട എന്ന്. അതിൻ്റെ ചിത്രങ്ങൾ നേരെ ഡൽഹിക്ക് പോയി. ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് നിന്നാലും ജയിക്കത്തില്ല എന്ന് ഉറപ്പുള്ള ഈ കുടുംബത്തിന്റെ ഏക ആശ്രയ സ്ഥാനമാണ് കേരളത്തിലെ വയനാട് മണ്ഡലം. ആ വയനാട്ടിൽ ലീഗിനെ വെറുപ്പിച്ചാൽ പാർലമെന്റിൽ പോകാനുള്ള വഴി അടയുമെന്ന് ഉറപ്പായപ്പോൾ സതീശൻ മുഖ്യമന്ത്രിയായി. ഒരു കണക്കിന് നന്നായി എന്ന് ഞാൻ പറയും. കാരണം സതീശൻ വളരെ വളരെ കാര്യക്ഷമമായ, വളരെ പക്വതയോടെ, വളരെ ജെന്യൂനായി കാര്യങ്ങൾ നീക്കുന്നുണ്ട്. മൂലം വള്ളംകളിയുടെ കാര്യം പറഞ്ഞപ്പോൾ കാണിച്ചതുപോലെയുള്ള ഉഡായിപ്പ് പരിപാടി കാണിക്കാതിരുന്നാൽ സതീശൻ ഇതുവരെ ഓക്കെയാണ്. കാരണം സതീശൻ എടുത്ത നിലപാടുകൾ എങ്ങനെയാണ്? മുമ്പൊരു വീഡിയോ ഞാൻ പറഞ്ഞതാണ്. സത്യപ്രതിജ്ഞ, വന്ദേമാതരം ചൊല്ലി, നയപ്രഖ്യാപനം, കേന്ദ്രത്തോട് ഗുസ്തിക്ക് പോയില്ല. ഇപ്പോൾ PM റാഹത്ത് എന്ന് പദ്ധതിയുള്ളല്ലോ. റോഡ് അപകടങ്ങൾ പറ്റിയാൽ ആദ്യത്തെ 1 മണിക്കൂറുള്ള ഗോൾഡൻ അവർ എന്ന് പറയും. ആ ഗോൾഡൻ അവറിൽ ട്രീറ്റ്മെന്റ് കിട്ടിയ ആൾ രക്ഷപ്പെടും. ഏത് ആശുപത്രിയിൽ കൊണ്ടുപോയാലും 1.5 ലക്ഷം രൂപ വരെ സൗജന്യമായി കേന്ദ്രം തരും ഒരാഴ്ചത്തെ ചികിത്സയ്ക്ക്. കേന്ദ്ര സർക്കാർ ചെലവ് വഹിച്ചോളും. ആ പദ്ധതി ഈ ദുഷ്ടനായ പിണറായി വിജയന്റെ സർക്കാർ കഴിഞ്ഞ 5 വർഷക്കാലം നടപ്പാക്കിയില്ല. എന്താ കാരണം എന്നറിയോ? 1.5 ലക്ഷം പോരാ, ഒരു 5 ലക്ഷമെങ്കിലും വേണം എന്ന് പറഞ്ഞ് നടപ്പാക്കിയില്ല. അങ്ങനെയല്ലോ വേണ്ടത്. കേന്ദ്രം തരുന്ന ആ പൈസ കേരളത്തിലെ ജനങ്ങൾക്ക് അതിന്റെ ഗുണമുണ്ടാവരുത് എന്ന് കരുതി മാറ്റിവെച്ച പിണറായി വിജയൻ, കേരളത്തിലെ ജനങ്ങളുടെ കാശ് കൊണ്ട് അമേരിക്കയിൽ പോയി ചികിത്സിക്കുന്ന, സുഖവാസം നടത്തുന്ന പിണറായി വിജയൻ 1.5 ലക്ഷം രൂപയെങ്കിൽ 1.5 ലക്ഷം രൂപ ഇവിടുത്തെ അപകടത്തിൽപ്പെടുന്ന പാവങ്ങൾക്ക് കിട്ടുന്നത് തടഞ്ഞ പിണറായി വിജയൻ ആ പദ്ധതി നടപ്പാക്കാൻ തീരുമാനിച്ചു. കേന്ദ്രത്തിൻ്റെതായതുകൊണ്ട് തൊട്ടാലറയ്ക്കാൻ താനില്ല എന്ന് സതീശൻ പറയുന്നു. മാത്രമല്ല PM ശ്രീ 93 കോടി രൂപ, പിന്നെ 106 കോടി രൂപ വാങ്ങിച്ച് പെട്ടിക്കാതിട്ട് ഇനി പിന്മാറാൻ പറ്റില്ല. പിന്മാറാൻ വ്യവസ്ഥയില്ലെന്നേ. വേണമെങ്കിൽ പിന്മാറാൻ കേരളത്തിന് ഇത് തരുന്നില്ല എന്ന് പറഞ്ഞ് പിന്മാറാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിന് മാത്രമാണ് PM ശ്രീയിലുള്ളത്. ഇതൊക്കെ മറച്ചു വെച്ചിട്ടാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ എന്തോ മഹാപരാധം ചെയ്തു എന്ന് പറയുന്ന പോലെയാ ഈ പറയുന്ന മാധ്യമ പ്രവർത്തകരുണ്ടല്ലോ. PM ശ്രീക്കെതിരെ മുഖ്യമന്ത്രി സതീശനോട് വന്നിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഈ മാധ്യമ പ്രവർത്തകർ, ഇവരുടെയൊക്കെ മക്കൾ എവിടെയാ പഠിക്കുന്നത്? അല്ലെങ്കിൽ ഇവരുടെയൊക്കെ സഹോദരങ്ങൾ എവിടെയാ പഠിക്കുന്നത്? അല്ലെങ്കിൽ ഇവരുടെയൊക്കെ വീടുകളിലെ കുട്ടികൾ എവിടെയാ പഠിക്കുന്നത്? അല്ല, ഒന്നാം തരം
NEP നടപ്പാക്കുന്ന സെൻട്രൽ സിലബസ് ഉള്ള കേന്ദ്ര സർക്കാരിന്റെ സിലബസ് ഉള്ള CBSE ICSE സ്കൂളുകളിലാണ് പഠിക്കുന്നത്. നമ്മുടെ രാഷ്ട്രീയക്കാരിൽ പലരുടെയും മക്കൾ അവിടെയാണ് പഠിക്കുന്നത്. എന്നിട്ട് അവർ PM ശ്രീ പദ്ധതിക്കെതിരെ ബഹളം വെക്കുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നു, കേന്ദ്രത്തിന്റെ RSS സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്നു എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യൂ, ഞാൻ മാധ്യമങ്ങളെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. എന്തൊരു തെണ്ടിത്തരമാണ് ഈ മാധ്യമങ്ങൾ ചെയ്യുന്നത് അറിയാവോ? ഈ മാധ്യമ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട കുട്ടികളെല്ലാം പഠിക്കുന്നത് സെൻട്രൽ സിലബസ് ഉള്ള കേന്ദ്ര സർക്കാരിന്റെ NCERT തയ്യാറാക്കിയ സിലബസ് ഉള്ള സ്കൂളുകളിലാണ്. അല്ലെന്ന് പറയട്ടെ, ചുണയുണ്ടെങ്കിൽ അപൂർവം ചിലത് കാണും. എന്നിട്ട് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി നടപ്പാക്കുന്ന PM ശ്രീക്കെതിരെ ചോദ്യങ്ങൾ ചോദിച്ച് VD സതീശനെ ആക്ഷേപിക്കാനും കുറ്റം പറയാനും ഇവർ തയ്യാറാവുന്നു. നോക്കൂ, എന്തൊരു വിരോധാഭാസമാണ് ഇത്. പണ്ടെങ്ങനെയായിരുന്നു? സ്വകാര്യ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എതിർക്കും. പിണറായി വിജയൻ SFIക്കാരെ അഴിച്ചുവിട്ട് കുട്ടിക്കുറങ്ങന്മാരെ കൊണ്ട് സമരം ചെയ്യിക്കും, സ്വാശ്രയ കോളേജുകൾ വേണ്ട. എന്നിട്ട് ബെർലിൻ കുഞ്ഞനന്ദൻ നായരെ കൂട്ടിക്കൊണ്ടുപോയി മാതാപ്രധാനന്ദമയി ദേവിയുടെ സ്ഥാപനത്തിൽ പിണറായി വിജയന്റെ മകൾക്ക് സ്വാശ്രയ കോളേജിൽ അഡ്മിഷൻ മേടിച്ചു കൊടുക്കും. സഖാക്കൾ കുട്ടിക്കുരങ്ങന്മാർ വഴിയിൽ സ്വാശ്രയ കോളേജിൽ സമരം ചെയ്യുമ്പോൾ മകള് സേഫായിട്ട് പഠിക്കും. എന്നിട്ട് എക്സാലോജിക്ക് തുടങ്ങും. ഇനി നമ്മൾ അമേരിക്കക്കെതിരെ വലിയ പ്രസംഗം നടത്തുന്ന നമ്മുടെ തോമസ് ഐസക് ഇല്ലേ, കയറുവരി ശാസ്ത്രജ്ഞൻ, നോട്ടടിച്ച് നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി അങ്ങ് പരിഹരിച്ചുകൂടെ എന്ന് ചോദിക്കുന്ന മഹാൻ, അദ്ദേഹത്തിന്റെ മക്കൾ എവിടെയാ? അമേരിക്കയിൽ. ഇതാണ് ഹിപ്പോക്രസി. അപ്പൊ ഇതിനിടയ്ക്കാണ് സതീശൻ എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി അഡ്വക്കേറ്റ് ജയശങ്കർ നിരീക്ഷിച്ചതുപോലെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രതീക്ഷയായി മാറുന്നത്. രാഷ്ട്രീയമൊക്കെ മാറ്റിവെക്കാം, ജാഗ്രതയോടെ മുന്നോട്ട് പോയാൽ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, കേരളം ഇനിയുള്ള കാലം നിങ്ങൾക്കുള്ളതാണ്. ഒരു സംശയവുമില്ല. CPMന്റെ കച്ചവടം പൊട്ടിപ്പോയി. CPM ഇനി തിരിച്ചു വരാൻ പോകുന്നില്ല. ഇനി കേരളത്തിൽ രണ്ട് രാഷ്ട്രീയം ഉണ്ടാവുന്നു. ഒന്ന് കോൺഗ്രസിന്റെ രാഷ്ട്രീയവും ഒന്ന് BJPയുടെ രാഷ്ട്രീയവും. സ്വാഭാവികമായി BJPയുടെ രാഷ്ട്രീയത്തെ അതിജീവിക്കാൻ കോൺഗ്രസിന് കഴിയില്ല എന്ന് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അത് വരട്ടെ. പക്ഷെ അതുവരെ VD സതീശൻ കേരളത്തിലെ രണ്ടാമത്തെ BS ആയി മാറുന്നു എന്നതാണ് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ രാഷ്ട്രീയ നിരീക്ഷകന്റെ അഭിപ്രായം. എന്നോട് വ്യക്തിപരമായി പറഞ്ഞാണ്. അദ്ദേഹം ഇത് വീഡിയോ ആയിട്ട് പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന്റെ അനുവാദമില്ല. എന്താ പോലും വളരെ നിഷ്കളങ്കമായ, വളരെ കൃത്യമായ ഒരു നിരീക്ഷണമായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞ ഈ അഭിപ്രായം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഏതായാലും പ്രിയപ്പെട്ടവരെ, നമുക്ക് നോക്കാം സതീശന്റെ ഭരണം എങ്ങനെ പോകുമെന്ന്. അതുവരെ VD BSനെ പോലെ ആവുകയാണോ എന്ന ചോദ്യത്തിലുള്ള ഉത്തരം ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ത്യ ലൈവ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ചെയ്യണേ.